ഹരേ കൃഷ്ണ. ശ്രീ രാധേ രാധേ. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അമ്പലത്തിലും അതേപോലെ നാലമ്പലത്തിലൊക്കെ മീനൂട്ട് നടത്താറുണ്ട്. ആ മീനൂട്ട് നടത്തുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നു. അത് നമ്മൾ ഏറ്റവും നല്ല വഴിപാടാണ് മീനൂട്ട് എന്ന് പറയുന്നത്. അത് നമുക്ക് അമ്പലത്തിൽ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്തുള്ള കുളത്തിലോ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഗുരുവായൂർ പോണ സമയത്താണെങ്കിൽ നമ്മൾ പൊരിയൊക്കെ വാങ്ങിയിട്ട് ആ മീനുകൾക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുത്താൽ വായിലുണ്ടാവുന്ന പുണ്ണ്, വ്രണം അങ്ങനത്തതൊക്കെ പെട്ടെന്ന് മാറും. അത് നമ്മൾ ആ പൊരി വാങ്ങിച്ചിട്ട് മീനുകൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. എന്റെ വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒക്കെ അധികം പക്ഷികളുടെ സൗണ്ട് ഉണ്ടാവും. അതുപോലെ തവളകൾ, ചീവീട്, അങ്ങനെ കോഴി അങ്ങനത്തെ സൗണ്ട് ഒക്കെ ആയിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ വീഡിയോയ്ക്ക്. നിങ്ങൾ വിചാരിക്കും ഈ വീഡിയോ എന്താ ഇങ്ങനെ ഒരു സൗണ്ട് ഒരു ശരിയില്ലല്ലോ എന്നൊക്കെ. ഇവിടെ ഈ വീടിന്റെ അകത്തിരുന്നാൽ ഇങ്ങനെ ചീവീടുകളുടെ ഒക്കെ എപ്പോഴും സൗണ്ട് ആയിരിക്കും. അതേപോലെ ഇവിടെ കുളം ഉണ്ട് അടുത്ത്. ആ തൊട്ടടുത്താണ്, മുറ്റത്ത് തന്നെ ആ കുളം. അപ്പോൾ അവിടെ കുട്ടികളുടെ സൗണ്ട് എപ്പോഴും സദാസമയം അവിടെ ആളുകളായിരിക്കും നിറയെ കുളിക്കാനും ചാടി കുളിക്കാനും നീന്താനൊക്കെ വരുന്നത്. അപ്പോൾ എപ്പോഴും ഇവിടെ സൗണ്ട് ആയിരിക്കും. അകത്തേക്ക് നല്ല സൗണ്ടാണ്. ഇവിടെ പാടത്തായതുകൊണ്ട് ചീവീടുകളുടെ സൗണ്ട്, അങ്ങനെ എല്ലാ തരം ജീവികളുടെ സൗണ്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അതായിരിക്കും വല്ലാതെ കേൾക്കുന്നത്. ഇങ്ങനെ എത്ര സൗണ്ട് ഉണ്ടായാലും നമുക്ക് ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇവിടെ താമസിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ധാരാളം വെള്ളമുണ്ട്. കിണറിലാണെങ്കിലും അതേപോലെ നമുക്ക് വഴി, റോഡ്, മുറ്റത്തത്തെ റോഡ്, അങ്ങനെ ഈ പാടമൊക്കെ ആയതുകൊണ്ട് അടുത്ത് തന്നെ പാടമാണ്. നമുക്കിവിടെ പാടത്തല്ല വീടെങ്കിലും കൂടിയിട്ട് തൊട്ടടുത്ത് പാടം, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മുടെ എൻ്റെ സ്വപ്നത്തിലുണ്ടായിരുന്ന അതേപോലത്തെ ഒരു വീട് എനിക്ക് കിട്ടി. അതെല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ് കേട്ടോ. ഞാനിങ്ങനെ എപ്പോഴും ഭഗവാന്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു വീടിനെ ആണ് നമ്മൾ ഈ ഭഗവാൻ അറിയാം നമ്മുടെ മനസ്സ്. അതേപോലെ തന്നെ ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹത്തോടെ നമുക്ക് നല്ലൊരു വീട് തന്നെ ആയി. അതായത് വലിയ വീടൊന്നല്ല, ചെറിയ വീട്. താമസിക്കാൻ സന്തോഷമായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാന്, ഭഗവാനൊരു കുഞ്ഞു പൂച്ചാമുറിയായിട്ട് അങ്ങനെ ഒക്കെ നല്ലൊരു വീട് എനിക്ക് ഉണ്ടായി. അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ആദ്യം നിന്ന വീട്ടില് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. വെള്ളം ഒന്നും കിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ആ വീട് അവിടെ കൊടുത്തിട്ട് വേറെ വീട് എടുക്കുമ്പോൾ നമുക്ക് അതിനുള്ള അത്രയും പൈസ ഒന്നും ഉണ്ടാവൂല. അപ്പോൾ അധികം സ്ഥലം മാത്രം വാങ്ങിയാൽ പോരാ, അതില് നമുക്ക് വീടും കൂടെ വേണ്ടേ. അങ്ങനെ നമ്മൾ നന്നായിട്ട് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കും. വെള്ളീന്റെ ഒരു വീട് ഭഗവാനായിട്ട് നൽകുക എന്നൊക്കെ പ്രാർത്ഥിച്ചു വെച്ച് അതിനൊരു പൈസയൊക്കെ ഇങ്ങനെ ചില്ലറ പൈസകളൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു പാത്രത്തിൽ അങ്ങനെ ഇട്ട് വെക്കായിരുന്നു. അങ്ങനെ വെച്ചിട്ട് എന്നും പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വിചാരിക്കാതെയാണ് ഭഗവാൻ പല ആളുകളുടെ രൂപത്തിൽ വരുമെന്ന് അറിയല്ലോ. അതുപോലെ നമുക്കൊരു നല്ല വീട് തന്നെ, അത്യാവശ്യം സൗകര്യമുള്ള നല്ല ചെറിയൊരു വീട് തന്നെ കിട്ടി. നമ്മുടെ സ്വപ്നത്തിൽ ഉണ്ടായിരുന്ന അതേപോലെ അതേ സ്ഥലത്ത് വിചാരിക്കാതെയാണ് അത് കിട്ടിയത്. അപ്പോൾ ഭഗവാൻ പല ആളുകളുടെ രൂപത്തിൽ വന്ന് നമ്മളെ സഹായിക്കും. നടക്കൂല എന്ന് ചിന്തിച്ചിട്ട് ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. അതിങ്ങനെയൊക്കെ ഭഗവാൻ ആ വലിയ വീടിന്റെ ആവശ്യമൊന്നുമില്ല. എല്ലാവരും സ്വർണം അത് ധാരാളം ഭഗവാന് കൊടുക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ആ കുഞ്ഞു പ്രാർത്ഥന ഭഗവാൻ സന്തോഷമായിട്ട് കേൾക്കുന്നു. അത് നമുക്ക് സാധിപ്പിച്ചു തരും. ആ ഭഗവാനോടുള്ള ഭക്തി മാത്രം മതി. ഭഗവാൻ ഒന്നും നമ്മൾ കൊടുക്കേണ്ട. എന്നാൽ നമ്മുടെ സന്തോഷത്തിന് ഇങ്ങനത്തെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഭഗവാനെ സമർപ്പിച്ചിട്ട് ആ വീടായിട്ടൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നമുക്ക് ഒട്ടും നടക്കില്ലാത്തൊരു സ്വപ്നമാണത്. അങ്ങനെ പെട്ടെന്നൊന്നും സാധിക്കില്ല. അങ്ങനെ
പഞ്ചായത്തുകളിൽ നിന്നോ അങ്ങനെയൊന്നും കിട്ടിയതല്ല. ആ, ഇതൊക്കെ ഓരോ നിമിത്തങ്ങൾ മാത്രം. ഇവിടെ സന്തോഷമായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് കഴിയാൻ പറ്റി. അതുകൊണ്ട് ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ആ, നിൽക്കാൻ സാധിച്ചു. രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഒരു പിടി ചെറിയ പച്ചരിയോ എന്തെങ്കിലോ അരിയോ പൊരിയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ആ കുളത്തിലേക്ക് മീനുകൾക്ക് ആദ്യം തന്നെ ഭക്ഷണം കൊടുക്കാം. അതൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ എവിടെയെങ്കിലും അമ്പലങ്ങളിലോ എവിടെ പോകുമ്പോഴും നമുക്ക് മീനുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നല്ലതാണ്. ആ മീനൂട്ട് എന്ന് പറയും. ആ മീനൂട്ട് നടത്താൻ കഴിഞ്ഞാൽ അതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് തന്നെ മീനുകൾക്ക് രാവിലെ ഭക്ഷണമൊക്കെ കൊടുക്കാം, ആ മീനൂട്ട് നടത്താം. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം തരുന്ന കാര്യമാണ്. കുളം, പാടം, കാവ് എന്നിവയുടെയൊക്കെ അരികിൽ ഒരു വീട്, അത് എൻ്റെ സ്വപ്നമായിരുന്നു. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് എൻ്റെ ഭഗവാൻ നന്നായിട്ട് അനുഗ്രഹിച്ചു. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. നമ്മൾ ഗുരുവായൂർ പോകുന്ന സമയത്ത് വീടിൻ്റെ രൂപം ആദ്യം എടുത്ത് ചാർത്തുമ്പോൾ തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കും. അതേപോലെ തന്നെ പിന്നെ എല്ലാ വീടിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ താമസിക്കുന്നതിന് മുമ്പ് വെള്ളിയുടെ വീടിൻ്റെ രൂപം കൊടുത്താൽ മതി. അങ്ങനെ ഭഗവാൻ എന്തായാലും നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പാണ്. അത് ഭഗവാനാണ് 100% സത്യമാണ്. നമ്മൾ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാണ്ട് ഭഗവാൻ എല്ലാം നോക്കിക്കോളും. ഭഗവാനെ മാത്രം അങ്ങോട്ട് ശരണം പ്രാപിച്ചാൽ മതി. ഒരിക്കലും നിന്ദിക്കാണ്ട്. എല്ലാം ഭഗവാനാണ്. ആ പരമ ദിവ്യ പുരുഷോത്തമനാണ് ഭഗവാൻ തന്നെ. അത് നമ്മുടെ ഉണ്ണിക്കണ്ണനായിട്ടും ഏത് രൂപത്തിലും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഹരേ കൃഷ്ണ.